എന്തായാലും നാലാം റൗണ്ടാണ്, നാലാമത്തെ ഹിറ്റ്സ് ആണ്. അപ്പൊ ഇനി നാലാമത്തെ ഹിറ്റ്സ്. ഹിറ്റ്സിന്റെ ഒന്നാം ട്രാക്കിൽ സെന്റ് ജോർജ്, രണ്ടാം ട്രാക്കിൽ നടുഭാഗം, മൂന്നാം ട്രാക്കിൽ നിരണം, നാലാം ട്രാക്കിൽ ആയാപറമ്പ് വലിയ ദിവാഞ്ചി. ഓക്കെ, സെന്റ് ജോർജ്, ഇത് താരതമ്യേന ഒരു ഇടത്തരം മത്സരം നടക്കാൻ. ഇവിടെ നിരണം എസ് കെന്റെ കരസ്പർശം കൊണ്ട ഒരു ചുണ്ടൻപിള്ളവാ. ചുണ്ടൻ വെള്ളങ്ങൾ വരുന്നു. ഗാഗുൽത്ത ബോട്ട് ക്ലബിന്റെ സെന്റ് ജോർജ്, പുന്നമട ബോട്ട് ക്ലബിന്റെ നടുഭാഗം, നിരണം ബോട്ട് ക്ലബിന്റെ നിരണം, അതുപോലെ നിരണം ചുണ്ടൻ ഫാൻസിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് പാഞ്ഞു വരികയാണ്. തൊടുത്തു വിട്ടതുപോലെ പാഞ്ഞു വരികയാണ്. അരുൺ രാജിനോട് ചോദിക്കാം. പറയൂ, ആരാണ് മുന്നിൽ? പറയൂ. പുന്നമടയുടെ നടുഭാഗമാണ് ഏറെ മുന്നിലേക്ക് കടന്നു വരുന്ന കാഴ്ചയാണ് നമുക്ക് ഈ കാണാൻ കഴിയുന്നത്. രണ്ടാമതായി നിരണം, പത്തനംതിട്ടയിൽ നിന്നുള്ള ബോട്ട് ക്ലബ്ബാണ് നിരണം ബോട്ട് ക്ലബ്. പത്തനംതിട്ടയിൽ നിന്നുള്ള ഏക ചുണ്ടനാണ് ആ ചുണ്ടൻ, നിരണം ചുണ്ടനാണ് രണ്ടാമതായി. അങ്ങനെ ആശയേറിയ പോരാട്ടം ഇഞ്ചോടിഞ്ച് മത്സരത്തിലേക്ക് അവസാന നിമിഷങ്ങളിൽ കടക്കുമെന്ന് തോന്നിപ്പിച്ചുകൊണ്ടാണ് ആ മത്സരം എത്തുന്നത്. നിരണമാണോ അതോ പള്ളാത്തുരുത്തി പുന്നമടയുടെ ബോട്ട് ക്ലബിന്റെ നടുഭാഗമാണോ അതോ ഏറ്റവും ഒടുവിൽ നിരണം ഫിനിഷ് ചെയ്യുമോ എന്നറിയാത്ത രീതിയിലുള്ള ഫൈനലുകളാണ് നടക്കുന്നത്. എന്തായാലും മത്സരം അവസാന സെക്കൻഡുകളിലേക്ക് കടക്കുകയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഇവിടെ നാലാം ബീച്ച്. നിരണമാണോ നടുഭാഗമാണോ? ഇവിടെ നിരണം നീറ്റിലിറക്കിയ വള്ളോ? അതെ, എന്റെ പൊന്നെ, ഞാൻ ഇറക്കിയതാ. നിരണം പോരാട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഈ ഹീറ്റ്സില് നടുഭാഗവും നിരണം തമ്മിൽ ശക്തമായ പോരാട്ടമുണ്ട്. നടുഭാഗം ഇക്കുറി അവർ കപ്പെടുക്കാൻ വേണ്ടി വരുന്നവരാണ്. നിരണം നിരണം ബോട്ട് ക്ലബിന്റെ ക്യാപ്റ്റനായ KG പ്രകാശ് സാർ പറഞ്ഞത് ഈ കൊല്ലം നമ്മൾ കപ്പടിക്കും എന്നാ പറഞ്ഞത്. ഉറപ്പായും കപ്പടിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉടമസ്ഥയിലുള്ള ക്രൗൺ ക്ലാസിൽ പോയി നമ്മൾ ഓസിന് 2 സദ്യ കഴിക്കും. കപ്പടിച്ചാല് അദ്ദേഹത്തിന് 3 സദ്യ നമ്മൾ കൊടുക്കും. കഴിഞ്ഞ തവണ ഫൈനൽ വന്നു. കഴിഞ്ഞ ഫൈനലിൽ വന്ന് എത്താൻ പോയി. നടുഭാഗം മുന്നിൽ കയറി കഴിഞ്ഞു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ മനസ്സിനെ ആവേശം കൊള്ളിക്കുന്ന കാഴ്ച കാണുകയാണ്. നിങ്ങളുടെ മുന്നിൽ കയറിയിരിക്കുന്നു. നടുഭാഗം മുന്നിൽ, നിരണം മുന്നിൽ, നിരണം മുന്നിൽ. അങ്ങനെ ആരാര് ഏതെന്നറിയാത്ത രീതിയിൽ മുന്നോട്ട് വരിക. ആരൊക്കെയാണോ നിരണവും ബോട്ട് ക്ലബ്ബ്. ഞാൻ നീറ്റിലിറങ്ങിയ നിരണം ബോട്ട് ക്ലബ്ബ്. ഓളപ്പാത്തികൾക്ക് തീപിടിപ്പിച്ചുകൊണ്ട് വള്ളങ്ങൾ നിരണം ബോട്ട് ക്ലബ്ബും നടുഭാഗവും ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച്. ബ്രഹ്മോസ് മിസൈൽ പോലെ ചീറി വരിക, പറന്ന് വരിക, വെള്ളത്തിലൂടെ മിസൈൽ പോലെ വരിക, ജലജെറ്റ്. ഇതാ വരുന്നു നിരണം ബോട്ട് ക്ലബ്ബാണോ നടുഭാഗമാണോ മുന്നിലെന്നറിയാൻ കഴിയാത്ത വിധം ഇഞ്ചോടിഞ്ച് പോരാട്ടം അവിടെ നടക്കുകയാണ്. ഓളപ്പാത്തികൾക്ക് നടുക്കമുണ്ടാക്കി ഇതാ മിന്നൽ വേഗത്തിൽ പാഞ്ഞു വരികയാണ് 2 ചുള്ളൻ വള്ളങ്ങളും. നിരണമാണോ നടുഭാഗമാണോ? ഏറ്റവും അടുത്ത നടുഭാഗം നിരണം ബോട്ട് ക്ലബ്ബ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം. നിരണമാണോ നടുഭാഗമാണോ? പറയാൻ കഴിയില്ല. ഒന്നും പറയാൻ കഴിയില്ല. നടുഭാഗം ഫിനിഷ് ചെയ്തു എന്നാണ് തോന്നുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് ആര് ചേരും? ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് നടുഭാഗമാണോ? മിക്കവാറും വിഷ്ണു സുരേഷ് നടുഭാഗമാണോ നിരണമാണോ? ഷഫീദ് റാവുത്തർ. ഷഫീദ് പറയൂ. നടുഭാഗമാണോ നിരണമാണോ? ആര് ജയിച്ചു ഈ ഹീറ്റ്സ്?
ഇല്ല, നടുഭാഗം 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 അങ്ങനെ നടുഭാഗം നാലാം ഹീറ്റ്സിന്റെ നടുഭാഗം ആ നാലാം ഹീറ്റിൽ നടുഭാഗം നാലാം ഹീറ്റിൽ നടുഭാഗം ആ നാലിലെ നടുഭാഗം നാലാം ഹീറ്റിൽ നടുഭാഗം നാലാം ഹീറ്റിൽ നടുഭാഗം നാലാം ഹീറ്റ്സിൽ നടുഭാഗം നാലാം ഹീറ്റ്സിൽ അപ്പൊ നടുഭാഗം നമ്മുടെ നിരണം ഞാൻ നീറ്റിലിറക്കിയ നിരണം ഇവിടെ പോയി കട്ടക്ക് കട്ടക്ക് രണ്ടാം സമയം സ്ഥാനം. അല്ല, ഞാനേ സമയം നോക്കിയാൽ ഇപ്പോഴേ ഫൈനലിലേക്ക് വരും. ഇപ്പൊ 4 ആ ഷെബീദ് റാവുത്ത് റെഡി ആയിട്ടുണ്ട് ഇപ്പൊ. ഷെബീദ് നടുഭാഗമാണോ മുന്നിൽ കയറിയത് വേഗം പറയൂ ഇത് എന്തൊരു പോരാണ് നടുഭാഗം. അതായത് പുന്നമടയുടെ സ്വന്തം പൊന്നോമന എന്ന് വിശേഷണമുള്ള പുന്നമട ബോട്ട് ക്ലബിന്റെ PBC പുന്നമടയുടെ നടുഭാഗം ചുണ്ടനാണ് നാലാം ഹീറ്റ്സിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇതെന്തൊരു പോരാട്ടം, തീപാറും പോരാട്ടം എന്നുള്ള വിശേഷണമുള്ള ഓരോ ഹീറ്റ്സുകൾക്കും അത്രയധികം കരുത്തുണ്ട്. കഴിഞ്ഞിട്ടില്ല, 5ലും 6ലും ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് സസ്പെൻസ് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതുവരെ നടന്ന ഹീറ്റ്സുകളിൽ അത്രയും ഇഞ്ചോടിഞ്ചോട് പോരാട്ടം നമ്മൾ കണ്ടു. PBCയും UBCയും നമ്മൾ കണ്ടു. PBCയും UBCയും കരുത്ത് കാട്ടി. അവരുടെ ആ ടൈം ഒന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രമാത്രം കടുപ്പമാണ് ഈ മത്സരം എന്നുള്ളത്. അവർ നേടിയെടുത്ത ടൈം, അതായത് അവർ ഫിനിഷ് ചെയ്ത ടൈം, അത് വ്യക്തമാക്കുന്നുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മേൽപ്പാടം 4:22 123 ആണെങ്കിൽ നമുക്കറിയാം UBC 4:23 351 ഫിനിഷ് ചെയ്തു. 4 മിനിറ്റ് 23 സെക്കൻഡിൽ ഫിനിഷ് ചെയ്തു.